ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നേക്കണേന് എൻ്റെ മോൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയി ചെയ്യണം. പക്ഷേ എടുക്കാൻ വേണ്ടി പോയത് കാണിക്കാൻ പറ്റിയില്ല, സോറി. പക്ഷെ ഇതേ എടുത്തേക്കല്ലേ ഞാൻ കാണിക്കാൻ വേണ്ടി പോണേ കേട്ടോ. അപ്പോൾ ഞങ്ങൾ തോമ്പടിയിലാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത്. അവിടെ ചെന്ന് കടയിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച പോയ കളറിലൊരു ഡ്രസ്സ് അവിടെ കിടപ്പുണ്ടായിരുന്നു കൊച്ചിനുള്ളത്. അപ്പോൾ അതാദ്യം എടുത്ത് കയ്യെ പിടിച്ച്. എന്നാലും നമുക്ക് മലയാളികൾക്ക് ഒരു പൊതുവേ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഒരു 5-6 ഡ്രസ്സെങ്കിലും അവിടെ വലിച്ചു വാരിയിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതെടുത്ത് വെച്ച് നോക്കി ഇഷ്ടപ്പെട്ട് പിന്നെയും അങ്ങനെ വെച്ച് 5-6 വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നോക്കി. ഇത് പൊതുവെ എല്ലാവരുടെയും ഒരു പരിപാടിയാണല്ലോ. അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ട്. വലിയ റേറ്റ് ഒന്നും ഇല്ല. റേറ്റൊക്കെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള റേറ്റേ ഉള്ളൂ. അപ്പോൾ ഓരോ ഡ്രസ്സ് എടുത്ത് എന്നോട് ചോദിച്ചു കൊള്ളാമോ എന്ന് ചോദിച്ചു. അപ്പോൾ മോക്ക് ഇഷ്ടപ്പെട്ടത് ആദ്യം എടുത്ത് വെച്ച ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കണം. അപ്പോൾ ഇത് തന്നെ ഫിക്സ് ചെയ്തിട്ട് അവസാനം. അപ്പോൾ ഓക്കെ, ഇതൊക്കെ എടുത്ത് പേക്ക് നമുക്ക് പോയാലോ ഗൈസ്. അപ്പോൾ മോൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു കോട്ടും എല്ലാം കൂടി കൂട്ടിയിട്ട് ടൈപ്പുള്ള ഒരു ഡ്രസ്സ് എടുത്തിരിക്കണം, വൈറ്റ്. മോൻ്റെ ഡ്രസ്സ് കടയിൽ പോയി എടുക്കണത് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല, എടുത്തല്ലോ എന്നിട്ട് ഉള്ളതാണ് കാണിച്ചേക്കണം. പിന്നെ മോളുടെ ഡ്രസ്സ് അതുകൊണ്ട് കാണിച്ചു തരാം. ഇതാണ് മോളുടെ ഡ്രസ്സ്. മോളുടെ ഡ്രസ്സ് കടയിൽ വെച്ച് എടുക്കണം. നമ്മൾ ആദ്യം വീഡിയോസിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് മോളുടെ ഇത് മോൻ്റെ. പിന്നെ അവർക്ക് ഓരോ ചെരുപ്പും ഷൂ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ ഗെയ്സ്. അപ്പോൾ ഇതാണ് മോനെ എടുത്തേക്കുന്ന ഷൂ. വൈറ്റിൽ ചെറിയൊരു ഗ്രേ ഷെയ്ഡുള്ളതാണ്. ഫുൾ വൈറ്റ് ആണ് വേണ്ടത്. പക്ഷേ ഫുൾ വൈറ്റ് എക്സിക്യൂട്ടീവ് മോഡലായത് കാരണം ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നെ അത് ഇടൂല. പിന്നെ അപ്പോൾ അത് കാരണം അത് വേണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയൊരു ഗ്രേ ഷെയ്ഡുള്ള എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇത് മോൻ്റെ ഷൂ. ഇത് മോക്ക് എടുത്തേക്കുന്ന ചെരുപ്പാണത്. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? മോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ വീഡിയോ. ബാക്കി ഫംഗ്ഷൻ്റെ വീഡിയോ കുറേ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അതൊക്കെ സമയം കിട്ടണമെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ വീഡിയോയിലുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ കുർബാനക്കുള്ളപ്പാടിൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഓക്കെ, ഓക്കെ വീഡിയോ കട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.